ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല അല്ലേ? അപ്പോൾ ഇവിടെ അത് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. കൺസിഡർ ദ ടേബിൾ ഓഫ് വാല്യൂസ് ഫോർ എഫ് അറ്റ് ദ ഗിവൺ പോയിൻറ്റ്സ്. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് 1.1 ആൻഡ് എഫ് ഓഫ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസും തന്നിട്ടുണ്ട്. 1.0ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫങ്ഷണൽ വാല്യൂ ദറ്റ് ഈസ് എഫ് ഓഫ് 1.0 എന്ന് പറയുന്നത് 0.7651977 ആണ്. ഓക്കെ, അങ്ങനെ 1.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് 1.3 തന്നിട്ടുണ്ട്. 1.6ന് എഫ് ഓഫ് 1.6 തന്നിട്ടുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മോട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളത് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് 1.1. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എഫ് ഓഫ് 1.1 ദാറ്റ് ഈസ് 1.1 എന്ന് പറയുന്ന വാല്യൂ ഇതിൽ എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ മുകൾ ഭാഗത്താണോ അല്ലെങ്കിൽ താഴെയാണോ അല്ലേ? അപ്പോൾ 1.0ൻ്റെയും 1.3ൻ്റെയും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? 1.1 ലൈ ചെയ്യുന്നത് അല്ലേ? അതായത് ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്, താഴെയല്ല അല്ലേ? അപ്പോൾ ഈ മുകളിൽ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് 1.1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർവേഡ് ഫോർമുല യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ വിച്ച് ലൈസ് ബിറ്റ്വീൻ 1.9 ആൻഡ് 2.2 അല്ലേ? അതായത് ഈ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ടേബിളിൽ എക്സ് വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസ്, ഇതാണ് എന്ത്? 0th ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്തെടുക്കേണ്ടി വരും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ്, ദെൻ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്, തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ്. ഇവിടെ എത്ര വേണ്ടി വരും നിങ്ങൾ നോക്കും? x0, x1, x2, x3, x4 അല്ലേ? അപ്പോൾ ഇവിടെ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നും ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് 1.1ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഫോർമുല യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിളിൽ ആദ്യം എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. 1.0, 1.3, 1.6, 1.9, 2.2 അല്ലേ? അതായത് ഇതാണ് x0 അല്ലേ? ഇത് x1, x2, x3, x4. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്തും കൂടെ വിളിക്കാം? 0th ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് വിളിക്കാം അല്ലേ? 0th ഡിവൈഡഡ് ഡിഫറൻസ് ദാറ്റ് ഈസ് 1.0ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 0th ഡിവൈഡഡ് ഡിഫറൻസ് ആണ് എന്ത്? എഫ് ഓഫ് x0 അല്ലേ? എഫ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1.0. ഓക്കെ, ഇതെന്താ വരിക? എഫ് ഓഫ് x1 ദാറ്റ് ഈസ് എഫ് ഓഫ് 1.3. ഇത് എഫ് ഓഫ് x2 ദാറ്റ് ഈസ് എഫ് ഓഫ് 1.6 അല്ലേ? ദെൻ എഫ് ഓഫ് x3, എഫ് ഓഫ് x4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തിരുന്നത് അല്ലേ? ഇത് തമ്മിൽ നോക്കിയാൽ മതി. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. അങ്ങനെയായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് ഇത് തമ്മിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് വരുന്ന ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് x1 ആൻഡ് x0 അല്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് നെക്സ്റ്റ് എന്താ വരുന്നത്? x0, x1. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എഫ് ഓഫ് x0, x1 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതായിരുന്നു എങ്ങനെയാണ് ആ ഒരു ഫോർമുല പോകുന്നതെന്നുള്ളത് അല്ലേ? അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ആൻസർ വരുന്നത് -0.483757. ഇനി ഫോർമുല പറയുന്നില്ല, ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ദ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് x1 ആൻഡ് x2 അല്ലേ? അപ്പോൾ എന്താ ചെക്ക് ചെയ്യുക? നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും, ഡിവൈഡഡ് ബൈ 1.6ൽ നിന്ന് 1.3 മൈനസ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നെക്സ്റ്റ് വാല്യൂ കിട്ടും. നെക്സ്റ്റ് വാല്യൂ എന്താ വരുന്നത്? എഫ് ഓഫ് x1 ആൻഡ് x2 അല്ലേ? എഫ് ഓഫ് x1, x2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ വരുന്നത് -0.548946 ആണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ഈ വാല്യൂ ചെക്ക് ചെയ്യാം. ഇതെന്താ വരുന്നത്? ദ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് x2 ആൻഡ് x3 ദാറ്റ് ഈസ് ഇത് തമ്മിൽ മൈനസ് ചെയ്യുക അല്ലേ? ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ആ വാല്യൂ വരുന്നത് -0.57862120. നെക്സ്റ്റ് അതുപോലെ ദ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് എഫ് ഓഫ് x4 അല്ലേ? x4 ആൻഡ് x3 ദാറ്റ് ഈസ് ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. -0.57152210
ഓക്കെ. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ്. സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, ഇങ്ങനെയാണ് പിന്നെ പോകുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ആണ്. അതുപോലെ ഇതെന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു ആണ് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നത്? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഇതിലെ വലിയ വാല്യൂ ഏതാണ് വരുന്നത്? എക്സ് ടു അല്ലേ. എക്സ് ടു മൈനസ് എക്സ് നോട്ട് എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സ് ടു മൈനസ് ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് നോട്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എക്സ് ടു ഏതാണ്? ഇത് എക്സ് ടു മൈനസ് എക്സ് നോട്ട് ചെക്ക് ചെയ്യാം. ആ വാല്യൂ ആണ് ഇവിടെ വരുന്നത് സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസിൽ. ദാറ്റ് ഈസ് -0.1087339 ഇതായിരിക്കും വാല്യൂ. നെക്സ്റ്റ് അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യുക. ഡിവൈഡഡ് ബൈ ഇതിലെ വലിയ വാല്യൂ, ഇതെന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് ടു എക്സ് ത്രീ ആണ് അല്ലേ. അപ്പോൾ ഇതിലെ വലിയ വാല്യൂ എക്സ് ത്രീ, ദാറ്റ് ഈസ് എക്സ് ത്രീ മൈനസ് എക്സ് വൺ വരും. അങ്ങനെ ഓരോ വാല്യൂസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വരുന്നത് -0.0494433 എന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യുക. ഡിവൈഡഡ് ബൈ അതിലെ വലിയ വാല്യൂ ഏതാണ്? മൈനസ് ചെറിയ വാല്യൂ നോക്കുക. അപ്പോൾ വരുന്ന വാല്യൂ 0.0118183 ആണ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ്. തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എന്നുള്ള വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഇവിടെ അപ്പോൾ എന്തായിരിക്കും വരുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അല്ലേ. ഇത്രയും വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇതിലെ വലിയ വാല്യൂ ഏതാണോ നോക്കുക, ഡിവൈഡഡ് ബൈ ചെറിയ വാല്യൂ ചെയ്യില്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 0.0658784 ആണ്. അതുപോലെ ഇത് വരുന്നത് 0.0688065 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ. അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് അല്ലേ. എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ. ഓക്കെ, ലാസ്റ്റ് കിട്ടുന്ന ഈ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0018251 എന്ന് വരും. ഓക്കെ, ഇതാണ് ലാസ്റ്റ് കിട്ടുന്ന ഈ വാല്യൂ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ് നോട്ടിനെ അല്ലേ ഫസ്റ്റ് വാല്യൂ, അതുപോലെ എക്സ് വണ്ണിന് സെക്കൻഡ്, എക്സ് ടു അല്ലേ അങ്ങനെയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ ചൂസ് ചെയ്ത് പോകുക ഓരോ വാല്യൂസും അല്ലേ. ദാറ്റ് ഈസ് എന്തായിരുന്നു ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല അല്ലേ. For finding f of 1.1 for the approximate value of 1.1 നമുക്കറിയാം ഇക്വേഷൻ that is Pn of x which is equal to Pn of x naught plus sh which is equal to f of x naught plus sh into f of ഈ h വരുന്ന ഈക്വൽ സ്പേസിങ്ങിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. f of x naught x1 plus s into s minus 1 into h square into f of x naught x1 x2 plus etc plus last എന്തായിരുന്നു ടേം വന്നിരുന്നത്? s into s minus 1 into etc s into s minus n plus 1 into h raised to n f of x naught x1 x2 etc xn വരും അല്ലേ. എങ്ങനെയായിരുന്നു വന്നിരുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്? P4 ഓഫ് എക്സ് ആണ് അല്ലേ. കാരണം ഇവിടെ നമുക്ക് x4 വരെയാണുള്ളത്. അപ്പോൾ നമുക്ക് P4 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് P4 ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1.1ന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇത് നമുക്ക് അറിയില്ല അല്ലേ. ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഫംഗ്ഷന് പകരം നമ്മളൊരു പോളിനോമിയൽ, അതായത് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ഇതിൽ എക്സിൻ്റെ പ്ലേസിൽ എന്താ നമ്മൾ കൊടുക്കുന്നത്? 1.1 കൊടുത്തിട്ട് ആ അപ്രോക്സിമേറ്റ് വാല്യൂ തന്നെയാണ് എഫ് ഓഫ് 1.1 നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എഫ് ഓഫ് 1.1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P4 ഓഫ് 1.1. ഇതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. P4 ഓഫ് 1.1 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് P4 ഓഫ് 1.1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഇല്ലേ, ഇത് രണ്ടാമത്തെ ടേമായി, പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് 1 എച്ച് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ്
എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു പ്ലസ് അപ്പം മൂന്നാമത്തെ ടേം എന്താ വരിക എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എച്ച് ക്യൂബ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അല്ലേ പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു ഇൻറ്റു എസ് മൈനസ് ത്രീ ഇൻറ്റു എച്ച് റൈസ് ടു ഫോർ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ. ഇത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. P4 എന്ന് പറയുമ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇത് nth ഫോർമുലയാണ് വരുന്നത്. ഇത് P4 അല്ലേ, ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് വരെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർത്ത് വരെ എഴുതി. ഇനി ഇതിലെന്ത് ചെയ്യുക, ഓരോ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയിൽ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തിരുന്നത് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട വാല്യൂ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 1.1 ഇതാണ് എന്ത് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്താണ് 1.1 ആണ്. ആൻഡ് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ എക്സ് നോട്ട് നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്ക് തന്നിരുന്ന വാല്യൂ 1.0 അല്ലേ. എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു തന്നിരുന്നതിൽ എക്സ് നോട്ട് എന്താണ് 1.10 ആണ്. ദെൻ നമുക്ക് ഇതിൽ അറിയാവുന്ന വാല്യൂ ഏതാണ്, പിന്നെ എച്ച് അറിയാം. എച്ച് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ, ഈക്വൽ സ്പേസിങ്. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 1.0യും 1.3യും തമ്മിലുള്ള സ്പേസിങ് എത്രയാണ്, 0.3 ആണ്. ഇത് തമ്മിൽ എന്താണ് ഈക്വൽ സ്പേസിങ്ങിലാണ് അല്ലേ, 0.3 ഇതും 0.3 ആണ് വരുന്നത്. അപ്പോൾ എച്ച് എന്താണെന്ന് എഴുതുന്നത്, നമുക്ക് 0.3 ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു 0.3. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറഞ്ഞാൽ 1.1 ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1.0 പ്ലസ് എസ് ഇൻറ്റു 0.3. ഇതിൽ നിന്നും എസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താ പറയുക, 1.1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 0.3. അപ്പോൾ എന്ത് വരും, 0.1 ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 0.3 വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു 0.1/0.3 ഈക്വൽ ടു 1/3. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, 1/3 ആണ് കിട്ടി അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ഓരോ വാല്യൂസും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി അല്ലേ. എസ് എന്താണ് ഫൈനലി കിട്ടി, എസ് ഇസ് ഈക്വൽ ടു 1/3. എച്ച് കിട്ടി 0.3 ആയിരുന്നു അല്ലേ. അങ്ങനെ എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ഈസ് P4 ഓഫ് 1.1. ഇത് തന്നെയാണ് എന്ത്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് 1.1 അല്ലേ. അപ്പോൾ എഫ് ഓഫ് 1.1 വിച്ച് ഈസ് ഈക്വൽ ടു P4 ഓഫ് 1.1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്, നമ്മൾ ഫോർവേഡിലാവുമ്പോൾ ഇങ്ങനെയാണ് പോരാന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ട്, ഇത് ചൂസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടി. എസ് നമുക്കറിയാം, എച്ച് അറിയാം. എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഈ വാല്യൂ അല്ലേ. അതായത് ഇതെടുത്തു, നെക്സ്റ്റ് ഈ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് നോട്ടിന് എക്സ് വണ്ണിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എച്ച് സ്ക്വയർ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഈ വാല്യൂ അല്ലേ. അതുപോലെ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എച്ച് ക്യൂബ് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഈ വാല്യൂ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ അല്ലേ. ഇതും കൊടുക്കുക. എന്നിട്ട് നമുക്ക് P4 ഓഫ് 1.1 കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, എഫ് ഓഫ് 1.1ൻ്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ. ദാറ്റ് ഈസ് നമുക്കിവിടെ വാല്യൂ കൊടുക്കാം അല്ലേ, എഫ് ഓഫ് 1.1 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P4 ഓഫ് 1.1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടുന്നത് 0.76519777 പ്ലസ് എസ് കിട്ടിയത് ഇപ്പോൾ എന്താണ് 1/3 ഇൻറ്റു എച്ച് എന്താണ് 0.3. എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വണ്ണിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വരുന്നത് -0.483757 ആണ് അല്ലേ. പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് 1. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് 1/3 ഇൻറ്റു എസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/3 മൈനസ് എന്താ വരുന്നത്, 1/3 മൈനസ് 1 വരും. ദാറ്റ് ഈസ് -2/3 ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു പറഞ്ഞാൽ എന്താ വാല്യൂ വരുന്നത്, -0.1087339. അതൊക്കെ ആ ടേബിളിൽ നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. ദെൻ പ്ലസ് 1/3 ഇൻറ്റു നെക്സ്റ്റ് എന്താണ് വരുന്നത്, എസ് ഇൻറ്റു എസ് മൈനസ് 1. 1/3 ഇൻറ്റു എസ് മൈനസ് 1 -2/3. എസ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, 1/3 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5/3 എന്ന് വരും. ഓക്കെ, -5/3 ഇൻറ്റു എച്ച് ക്യൂബ് പറഞ്ഞാൽ 0.3 ഹോൾ ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താ വരുന്നത്, 0.00658784 പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്, എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു -2/3 ഇൻറ്റു
മൈനസ് 5/3 ഇൻറ്റു നെക്സ്റ്റ് വരുന്നത് എസ് മൈനസ് 3 ദാറ്റ് ഈസ് 1/3 മൈനസ് 3 എന്നാണ് വരിക. അപ്പോൾ എന്താ വരിക മൈനസ് 8/3 മൈനസ് 8/3 ഇൻറ്റു 0.3 ഹോൾ റേസ് ടു 4 എച്ച് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0.3 ഹോൾ റേസ് ടു 4 ഇൻറ്റു എഫ് ഓഫ് x0 x1 x2 x4 എന്ന് പറഞ്ഞാൽ ടേബിളിൽ നോക്കി കണ്ടെത്തുക. അപ്പോൾ 0.0018251 വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് 0.71964601. അപ്പോൾ ഇതാണ് എന്ത് എഫ് ഓഫ് 1.1ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ദറ്റ് ഈസ് 0.719640. ഓക്കെ, അപ്പോൾ 1.1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0.719640. ഓക്കെ, അതായത് 1.0ൻ്റെയും 1.3ൻ്റെയും ഇടയിലായിട്ട് വന്നിരുന്ന വാല്യൂ ആണ് 1.1 അല്ലേ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ നമ്മളിപ്പോൾ എന്താണെന്ന് കണ്ടെത്തിയത്? 1.1 ഇതിൻ്റെ ഇടയിൽ വന്നിരുന്ന ഒരു നമ്പർ ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു നമ്പർ കണ്ടെത്തി. എന്തായിരുന്നു അതിന്? 0.719640. ഓക്കെ, ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ വാല്യൂ. നെക്സ്റ്റ് അതുപോലെ നമ്മോട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളത് 1.9ൻ്റെയും 2.2ൻ്റെയും ഇടയിലായിട്ട് വരുന്ന 2 എന്ന് പറയുന്ന വാല്യൂ അല്ലേ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷണൽ വാല്യൂ ഏത് യൂസ് ചെയ്തുകൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയിൽ നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അല്ലേ. ആദ്യം എന്ത് ചെയ്യും? എഫ് ഓഫ് x4 ഇതായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് എഫ് ഓഫ് x4 x3 ഇങ്ങനെ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വാല്യൂസും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫോർമുല എഴുതാം. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ദാറ്റ് ഈസ് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി എൻ ഓഫ് എക്സ് എൻ പ്ലസ് എസ് എച്ച് അല്ലേ. എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? അതായത് നമ്മൾ ബാക്ക്വേർഡിൽ നിന്നായിരുന്നു അല്ലേ, ബാക്കിൽ നിന്നായിരുന്നു എക്സ് എൻ -1 എക്സ് എൻ -2 എക്സ് എൻ -3 എക്സെട്ര x0 അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതിയിരുന്നത്? എഫ് ഓഫ് അപ്പോൾ x0ൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ എഴുതുക? ആദ്യം എക്സ് എൻ എഴുതും അല്ലേ. ഫോർമേഡിൽ ഇവിടെ x0 ആയിരുന്നിടത്ത് ബാക്ക്വേർഡിൽ എക്സ് എൻ വരും. പ്ലസ് നെക്സ്റ്റ് എന്താ വരിക? എസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ -1 അല്ലേ. പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഫോർവേഡിലായപ്പോൾ എസ് ഇൻറ്റു എസ് -1 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു h² ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ -1 എക്സ് എൻ -2 പ്ലസ് എക്സെട്ര പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എക്സെട്ര എസ് പ്ലസ് n -1 അല്ലേ. എസ് പ്ലസ് n -1 ഇൻറ്റു h റേസ് ടു n എഫ് ഓഫ് എക്സ് എൻ -1 എക്സെട്ര x0. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? P4 ഓഫ് 2 അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. P4 ഓഫ് 2 വിച്ച് ഈസ് ഈക്വൽ ടു P4 ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ എന്തായിരുന്നു ഇവിടെ വന്നിരുന്നത്? 2.2 അല്ലേ. എക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ ലാസ്റ്റ് x4 ആയിരുന്നു. ദാറ്റ് ഈസ് 2.2 പ്ലസ് എസ് എച്ച് ആണ് അല്ലേ. ഇതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എച്ച് നമുക്കറിയാം 0.3 ആണ്. ദാറ്റ് ഈസ് 1.0 ആയിരുന്നു ആദ്യം x0 വന്നിരുന്നത് അല്ലേ. ദെൻ x1 എന്ന് പറഞ്ഞാൽ 1.3 ആയിരുന്നു. ദെൻ 1.6 1.9 2.2. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് നമ്മൾ എടുത്തിരുന്നു. എച്ച് എന്താണ്? 0.3 ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 2 ആണ്. ദെൻ എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? 2.2. ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ x4 ആണ് ഇവിടെ അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 2.2 ആൻഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? എച്ച് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് എസ് എച്ച് എന്നായിരുന്നു അല്ലേ. ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 2.2. എക്സ് എന്ന് പറഞ്ഞാൽ x4 ആണ് ഇത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. ദാറ്റ് ഈസ് x4 ആണ്. 2.2 പ്ലസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയില്ല അല്ലേ. എസ് ഇൻറ്റു 0.3. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസിൻ്റെ വാല്യൂ കണ്ടെത്താം. ദാറ്റ് ഈസ് 2 മൈനസ് 2.2 ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 0.3. അപ്പോൾ മൈനസ് 0.2 ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 0.3 വിച്ച് ഇസ് ഈക്വൽ ടു എസ് നിന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും? മൈനസ് 0.2/0.3 പറഞ്ഞാൽ -2/3. അപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടി എന്താണ്? -2/3 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ
n വരെയുള്ള പോളിനോമിയലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് P4 ആണല്ലേ. അപ്പോൾ അത് ആദ്യം P4 വരെയുള്ള ടേം എഴുതുക. അതിൽ f(n) എന്താണെന്നുള്ളത് എഴുതുക. എസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, h അറിയാം അല്ലേ. ഈ വാല്യൂസ് ബാക്കിൽ നിന്നും അങ്ങനെ നോക്കിയാൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അപ്പം നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് f(2) ആണ് അല്ലേ. f(2) which is approximately equal to P4 അല്ലേ. P4 which is equal to f(n) അങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് f(n) ആണ്. f(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം എന്താണ് f(x4) ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, f(x4) പ്ലസ് SH ഇൻറ്റു f(x4, x3) എന്നുള്ളതാണ് നെക്സ്റ്റ് ടേം വരില്ലേ. f(x4, x3) പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 h സ്ക്വയർ ഇൻറ്റു f(x4, x3, x2) അല്ലേ. പ്ലസ് നെക്സ്റ്റ് ടേം എന്തായിരിക്കും അപ്പോൾ വരുന്നത്, പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു h ക്യൂബ് ഇൻറ്റു f(x4, x3, x2, x1) പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും വരുന്നത്, എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 h⁴ f(x4, x3, x2, x1, x0) അല്ലേ. ഇത് നമുക്ക് ഈസി ആയിട്ട് ആ ടേബിളിൽ നിന്നും കണ്ടെത്താം. അപ്പോൾ f(x4) നമുക്ക് എന്താ വരുന്നത്, ഇതായിരുന്നു ടേബിൾ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഈ ടേം x4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് f(x4). അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്ക്വേർഡിൽ നമ്മൾ ഇങ്ങനെയാണ് എടുത്തു പോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യം f(x4) ഇതായിരിക്കും x4, x3 വരുന്നത്. ഇതായിരിക്കും എന്ത് നെക്സ്റ്റ് f(x4, x3, x2) വരുന്നത്. ഇതായിരിക്കും f(x4, x3, x2, x1) വരുന്നത് അല്ലേ. ഇതായിരിക്കും എന്ത് വരുന്നത് f(x4, x3, x2, x1, x0) വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് അങ്ങനെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് ആ ടേബിളിൽ കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു f(x4) അപ്പോൾ എന്താ വന്നിരുന്നത് 0.110363 എന്ന് വരും. പ്ലസ് എസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എസ് എന്താ വന്നിരുന്നത് -2/3 അല്ലേ. ദാറ്റ് ഈസ് -2/3 ഇൻറ്റു എച്ച് നമുക്കറിയാം എന്താണ് 0.3 ആണ്. f(x4, x3) പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വാല്യൂ അല്ലേ. എന്തായിരുന്നു വന്നിരുന്നത് മൈനസ് ഇൻറ്റു -0.57521 എന്ന് വരും. ഓക്കെ, പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം എന്താ വരിക, ഇവിടെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ -2/3 അല്ലേ. അപ്പോൾ -2/3 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -2/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് വരും. ഓക്കെ, 1/3 ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 സ്ക്വയർ f(x4, x3, x2) അതിൻ്റെ വാല്യൂ നമുക്കറിയാം 0.011883 ആണ്. പ്ലസ് നെക്സ്റ്റ് എന്താണ് എസ് ഇൻറ്റു ദാറ്റ് ഈസ് -2/3 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 പ്ലസ് എസ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത് -2/3 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 എന്ന് വരും. ദാറ്റ് ഈസ് 4/3 ഇൻറ്റു 0.3 ഹോൾ ക്യൂബ് ഇൻറ്റു f(x4, x3, x2, x1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ നോക്കി കണ്ടെത്താം 0.068 അല്ലേ 80685 ആണ് വരുന്നത് കേട്ടോ. പ്ലസ് നെക്സ്റ്റ് എസ് ഇൻറ്റു ദാറ്റ് ഈസ് -2/3 ഇൻറ്റു എസ് പ്ലസ് 1 അതായത് 1/3 എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4/3 എസ് പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത് -2/3 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് 7/3 h⁴ എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു f(x4, x3, x2, x1, x0) ദാറ്റ് ഈസ് 0.0018251 വരും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കുക. is equal to 0.2238754 എന്ന് വരും. ഓക്കെ, അപ്പോൾ f(2)ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റേർഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് പറഞ്ഞു, ബാക്ക്വേർഡ് പറഞ്ഞു അല്ലേ. ഫോർവേഡിൽ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് അല്ലേ. മുകളിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾ മുകളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫോർവേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും താഴെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ബാക്ക്വേർഡ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ സെൻറ്ററിലാണ് വരുന്നതെങ്കിലോ അപ്പോൾ നമുക്ക് ഫോർവേഡും ബാക്ക്വേർഡും യൂസ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് സെൻറ്റേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്റ്റേർലിംഗ് ഫോർമുല എന്നും കൂടെ പറയാം. ദാറ്റ് ഈസ് Pn(x) is equal to P
2m+1 ഓഫ് എക്സ്. നമ്മളിവിടെ രണ്ട് കേസായിട്ടാണ് പറയുന്നത്, n ഈവൻ ആകുമ്പോഴും n ഓഡ് ആകുമ്പോഴും. ദാറ്റ് ഈസ് n is equal to 2m+1 ആകുമ്പോൾ വരുന്ന കേസാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് n ഓഡ് ആവുന്ന കേസിൽ ഇക്വേഷൻ വരുന്നത് p 2m+1 ഓഫ് എക്സ് is equal to f of x naught. ദാറ്റ് ഈസ് നമ്മളിവിടെ ചൂസ് ചെയ്യുക, നമുക്ക് തന്നിട്ടുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും വാല്യൂസ് അല്ലേ, എക്സ് എക്സ് നോട്ട്, x1, x2, x3, x4 ഇങ്ങനെയാണ് വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എൻ ഇങ്ങനെയാണ് വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ സെൻറ്ററിലുള്ളതിന് നമ്മൾ എക്സ് നോട്ടായിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. സെൻറ്ററിലുള്ളതിനെ എക്സ് നോട്ടായിട്ട് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്നതിനൊക്കെ x-1, x-2 ഇങ്ങനെ ചൂസ് ചെയ്യുക. താഴെ വരുന്നതിന് x1, x2 അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന വാല്യൂ, ഫോർവേഡിൽ നമ്മൾ എക്സ് നോട്ടായിരുന്നു ആദ്യം എഴുതിയത്, ബാക്ക്വേർഡിൽ എക്സ് എൻ ആയിരുന്നു. അപ്പോൾ സെൻറ്റേർഡിൽ നമ്മൾ എന്ത് എഴുതണം, എക്സ് നോട്ട് തന്നെ എഴുതണം. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് നോട്ടായിട്ടാണ് ചൂസ് ചെയ്യുക. അതുകളിൽ വരുന്നതൊക്കെ x-1, x-2 എന്നും താഴെ വരുന്നതിന് x1, x2 അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് SH/2, ഫോർവേഡിൽ നിന്നും ബാക്ക്വേർഡിൽ നിന്നും ഇതിന് വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. SH/2 എഫ് ഓഫ് x-1 എക്സ് നോട്ട് അല്ലേ, തൊട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന വാല്യൂ ആണ് x-1 പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് x1. ഓക്കെ, അത് ആ ടേബിളിൽ നോക്കി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. x-1 എക്സ് നോട്ടും എക്സ് നോട്ട് x1. ഓക്കെ, ആദ്യം ഇത് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ടേം കേട്ടോ, ഇത്രയും ടേം ആഡ് ചെയ്യുക. ദെൻ പ്ലസ് നെക്സ്റ്റ് വരുന്നത് s²h². ഓക്കെ, s²h² എഫ് ഓഫ് x-1 എക്സ് നോട്ട് x1 പ്ലസ് നെക്സ്റ്റ് ടേം s ഇൻറ്റു s²-1 h³/2 എഫ് ഓഫ് x-2 x-1 എക്സ് നോട്ട് x1 പ്ലസ് എഫ് ഓഫ് x-1 എക്സ് നോട്ട് x1 x2. ഇത്രയും ടേം ആഡ് ചെയ്യുക, ആ രണ്ട് ടേം ആഡ് ചെയ്യുക, പ്ലസ് എക്സെട്രാ പ്ലസ് a² ഇൻറ്റു a² - 1 ഇൻറ്റു a² - 4 ഇൻറ്റു എക്സെട്രാ a² - m-1 ഹോൾ സ്ക്വയർ ഇൻറ്റു h⁻² ഇൻറ്റു എഫ് ഓഫ് മൈനസ് എം എക്സ് മൈനസ് എം എക്സെട്രാ എക്സ് പ്ലസ് എം പ്ലസ് 1 പ്ലസ് s ഇൻറ്റു a² - 1 എക്സെട്രാ a² - m² ഇൻറ്റു h⁻²m പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എഫ് ഓഫ് x മൈനസ് എം മൈനസ് 1 എക്സെട്രാ xm പ്ലസ് എഫ് ഓഫ് x മൈനസ് എം എക്സെട്രാ xm പ്ലസ് 1. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ആ ടേബിൾ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ n ഓഡ് ആവുമ്പോഴാണ് നമ്മൾ ഇത്രയും യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഫോർമുലയെ നമ്മൾ സ്റ്റേർലിംഗ് ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേർലിംഗ് ഫോർമുല? ഓക്കെ, അപ്പോൾ ഇത് n 2m+1 ഉള്ള ഓഡ് ആകുമ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇഫ് n = 2m, n ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ടേം ഉണ്ടല്ലോ, ഈ ടേം അവോയ്ഡ് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഇത്രയും ടേം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ അല്ലേ, അതാണ് നമ്മൾ സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ളതിന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് x-1 x-2 x-3 അങ്ങനെ കൊടുക്കാം. താഴോട്ടുള്ളതിന് x1 x2 x3 അങ്ങനെ കൊടുക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. പ്ലസ് നെക്സ്റ്റ് വരുന്നത് SH/2. ഓക്കെ, അതങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ വരുന്ന x-1 എക്സ് നോട്ടും ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നതുണ്ടല്ലോ x1 x0 അത് തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ടേം. അപ്പോൾ ആദ്യം ആ ടേം അങ്ങനെ എഴുതി, എന്നിട്ട് അതിന് ശേഷം രണ്ടാമത് വരുന്നതിൽ മുന്നേ വരുന്നതും താഴെ വരുന്നതും തമ്മിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. പ്ലസ് ഈ ടേം ഫസ്റ്റത്തിൻ്റെയാണ്, രണ്ടാമത്തിൻ്റെ s²h². ദെൻ എഫ് ഓഫ് മൂന്നാമത് വരുന്ന ടേം അതുപോലെ തന്നെ എഴുതി, x-1 x0 x1 എന്ന് പറയുന്ന ടേം അതുപോലെ തന്നെ എഴുതുക. ദെൻ നാലാമതെന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, s ഇൻറ്റു a² - 1 h³. ഇവിടെ സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ ക്യൂബ് ബൈ 2. ഇവിടെ s/2 എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക, s ഇൻറ്റു a² - 1/2. ഓക്കെ, s ഇൻറ്റു a² - 1/2 h³ പ്ലസ് ഇതേപോലെ തന്നെ
അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ x-1 x0 എന്നല്ല എടുത്തത്, അതുപോലെ x0ൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രണ്ട് വാല്യൂസ്, അതായത് x-1ഉം x-2ഉം അല്ലേ, പ്ലസ് ദെൻ തൊട്ട് താഴെ വരുന്ന വാല്യൂസ്, അതായത് x-1 x0 x1 x2 അത് തമ്മിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും എന്തായിരിക്കും വരുന്നത്, s²h² എന്നുള്ളത് മാറിയിട്ട് നെക്സ്റ്റ് എന്ത് വരും, s² -1 h⁴ എന്ന് വരും അല്ലേ. അതുപോലെ നെക്സ്റ്റ് ടേം വീണ്ടും ഇതുപോലെ തന്നെ ആഡ് ചെയ്യുക, വീണ്ടും അടുത്ത ടേമിന് ആഡ് ചെയ്യാത്ത ടേം കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ചെക്ക് ചെയ്യാം, അതിൽ നിന്നും ക്ലിയർ ആകും. അപ്പോൾ നമുക്കിതിൻ്റെ ടേബിൾ ജനറലി എങ്ങനെ എഴുതാം. അപ്പോൾ x0 എന്ന് പറയുന്ന പോയിൻ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ വരുന്നത് ഏതായിരിക്കും, x-1ഉം x-2ഉം അല്ലേ. താഴെയാണെന്നുണ്ടെങ്കിൽ x1 x2 ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, ഇത്രയും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ f(x)ന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ, x0ന് കറസ്പോണ്ടിങ് ആയിട്ട് f(x0) വരും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് f(x-1) വരും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് f(x-2) വരും അല്ലേ, ഇത് f(x1) വരും, ദെൻ f(x2) വരും അല്ലേ. എന്നിട്ട് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, നമ്മൾ പറഞ്ഞു ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക, f(x-2) x-1. ഓക്കെ, നെക്സ്റ്റ് ഇത് തമ്മിൽ എന്തായിരിക്കും വരിക, f(x-1) x0 അല്ലേ, ഇത് x0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതുപോലെ f(x0) x1, ഇതെന്താ വരിക, f(x1) x2. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് along these values എങ്ങനെയായിരിക്കും വരുന്നത്, f(x-2) x-1 x0 അല്ലേ. ഇതെന്താ വരിക, f(x-1) x0 x1. ഇതെന്തായിരിക്കും വരുന്നത്, ഇതിൻ്റെ മുകളിലുള്ള വാല്യൂ താഴെയുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് x0 സെൻറ്ററാണ്, x1 x2. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ ഇവിടെ എന്തായിരിക്കും വരുന്നത്, f(x-2) x-1 x0 x1 അല്ലേ. ഇതെന്തായിരിക്കും വരുന്നത്, f(x-1) x0 x1 x2. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, f(x-2) അല്ലേ, x-2 x-1 x0 x1 x2. ഓക്കെ, ഇത്രയായിരിക്കും. അപ്പോൾ ഈ സ്റ്റേർലിംഗ് ഫോർമുലയിൽ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് f(x0) എന്നുള്ള ഈ വാല്യൂ അല്ലേ, സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർവേഡിലായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂസ് ചെയ്യുക, ബാക്ക്വേഡിലാകുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലാകുമ്പോൾ ആദ്യം ഇത് ചൂസ് ചെയ്യുക. ഇതെന്തായിരിക്കും വരുന്നത്, f(x-1) x0 x1 x2. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, f(x-2) അല്ലേ, x-2 x-1 x0 x1 x2. ഓക്കെ, ഇത്രയായിരിക്കും. അപ്പോൾ ഈ സ്റ്റേർലിംഗ് ഫോർമുലയിൽ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് f(x0) എന്നുള്ള ഈ വാല്യൂ അല്ലേ, സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർവേഡിലായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂസ് ചെയ്യുക, ബാക്ക്വേഡിലാകുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലാകുമ്പോൾ ആദ്യം ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുലയിൽ 0th ഡിവൈഡഡ് ഡിഫറൻസ് f(x0) എഴുതാം അല്ലേ, പ്ലസ് sh/2 എന്നുണ്ട്. അതിനുശേഷം f(x-1) x0 അത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം അല്ലേ, ഇത് തമ്മിലാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ, അതായത് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്, സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ആയിട്ടുള്ള അത് മാത്രം എഴുതും അല്ലേ. നെക്സ്റ്റ് തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് പറയുമ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക, വീണ്ടും ആഡ് ചെയ്ത് എഴുതുക. ദെൻ ലാസ്റ്റ് ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് 0th പിന്നെ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതും, ദെൻ സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്, തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് വീണ്ടും ആഡ് ചെയ്ത് എഴുതും, ഫോർത്ത് അങ്ങനെ ഒറ്റയ്ക്ക് എഴുതും. ഓക്കെ, അപ്പോൾ ആ എസ്സിലും എച്ചിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ ചെക്ക് ചെയ്യുക. ആദ്യം sh/2 എന്ന് എഴുതും അല്ലേ, രണ്ടാമത്തതിൽ വരുന്നത് എന്തായിരുന്നു, s² h² ആയിരുന്നു. മൂന്നാമത്തതിൽ വീണ്ടും s ഇൻറ്റു അല്ലേ s² -1/2 h³ എന്ന് വരും. h² കഴിഞ്ഞ് കഴിഞ്ഞാൽ s/2 അതുപോലെ തന്നെ എഴുതി, ദെൻ s² -1 എന്നുള്ള ടേം ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, ദെൻ h³. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, f(x0) എഴുതുക, രണ്ടാമത്തിൽ sh/2ൻ്റെ കൂടെ ഇത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക, മൂന്നാമത്തതിൻ്റെ കൂടെ ഇത് എഴുതുക, നാലാമത്തതിൻ്റെ കൂടെ ഇത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക, അഞ്ചാമത്തെ കൂടെ അത് ആ ടേം മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ്
എക്സിൻ്റെ വാല്യൂസ് 1.0, 1.3, 1.6, 1.9, 2.2. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് 1.5ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ചെക്ക് ചെയ്യാനല്ലേ. എഫ് ഓഫ് 1.5 എന്ന് പറഞ്ഞാൽ വിച്ച് ലൈസ് ബിറ്റ്വീൻ 1.3 ആൻഡ് 1.6 അല്ലേ. ഇതിൻ്റെ രണ്ടിനും ഇടയിലായിട്ടാണ് 1.5 വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഈ 1.6 മിഡിൽ വരുന്ന ഈ വാല്യൂവിന് നമുക്ക് എക്സ് നോട്ടായിട്ട് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് അപ്പോൾ ഇതെന്തായിരിക്കും x-1, x-2 ആൻഡ് x0, x1, x2 അല്ലേ. ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്തു. ദെൻ നമുക്ക് വേണ്ടത് എൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു 2m ആണോ 2m+1 ഓടാണോ ഈവൻ ആണെന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4th ഡിവൈഡഡ് ഡിഫറൻസ് വരെയാണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് 0th 1 2 3 4 അല്ലേ, 4 വരെയാണ് വരുന്നത്. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, n 2m എന്നാണോ ഓഡാണോ ഈവൻ ആണോ വരുന്നത്. n ഇസ് ഈക്വൽ ടു 4 ആണല്ലേ. നമ്മൾ P4 ഓഫ് x ആണ് ചെക്ക് ചെയ്തിരുന്നത്. അപ്പോൾ Pn ഓഫ് എക്സിൽ എന്നിൻ്റെ പ്ലേസിൽ എന്തായിരുന്നു 4 ആണ്. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു m എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ലേ. 2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ദാറ്റ് ഈസ് n എന്താണ് ഈവൻ ആണ്. അപ്പോൾ ഈവൻ ആകുമ്പോൾ നമുക്ക് ആ ലാസ്റ്റ് ടേം വേണ്ട അല്ലേ, ബാക്കിയുള്ളത് യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എന്തായിരുന്നു ഇക്വേഷൻ വന്നിരുന്നത്, സ്റ്റേർലിംഗ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1.5 അല്ലേ, എഫ് ഓഫ് 1.5 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P4 ഓഫ് 1.5. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് ഇക്വേഷൻ വരിക, എഫ് ഓഫ് x0 പ്ലസ് അല്ലേ, ഞാൻ P4ൻ്റെത് എഴുതുന്നുള്ളൂ, ടോട്ടൽ n വരെ ഉള്ളത് എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വരിക, എഫ് ഓഫ് x0 പ്ലസ് SH/2 ഇൻറ്റു എഫ് ഓഫ് x-1 x0 പ്ലസ് എഫ് ഓഫ് x0 x1. അതായത് x-1 x0 ഏതായിരുന്നു x-1 x0 വന്നിരുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് എന്ത് വരുന്നത്, എഫ് ഓഫ് x-2, ഇത് എഫ് ഓഫ് x-1 അല്ലേ, ഇത് എഫ് ഓഫ് x0, ഇത് എഫ് ഓഫ് x1, ഇത് എഫ് ഓഫ് x2. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും എഫ് ഓഫ് x-1 x0 എന്ന് വരുന്നത്. ആദ്യം നമ്മൾ ഈ വാല്യൂ ചൂസ് ചെയ്യും അല്ലേ, പിന്നീട് ഇത് തമ്മിൽ ആഡ് ചെയ്യും അല്ലേ, അങ്ങനെയല്ല പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യും, പിന്നെ ഇത് ചൂസ് ചെയ്യും, പിന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യും അല്ലേ, ഇത് തമ്മിൽ ആഡ് ചെയ്യും, ലാസ്റ്റ് ഈ ടേം ചൂസ് ചെയ്യും. അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് x-1 x0 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ടേം ആയിരിക്കും. x0 x1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ, അത് തമ്മിൽ ആഡ് ചെയ്യാം. അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് SH/2 ഉണ്ട്, SH/2 പ്ലസ് നെക്സ്റ്റ് ടേം എന്തായിരുന്നു വന്നിരുന്നത്, S² H² അല്ലേ, എഫ് ഓഫ് x-1 x0 x1. അത് മൂന്നാമത്തേത് ഈ ടേം മാത്രം, അതായത് x-1 x0 x1. നാലാമത്തെ ടേം എന്താ വരിക, വീണ്ടും ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് വരിക അല്ലേ. അതായത് S/((S²-1) ഇൻറ്റു H³ ഈ രണ്ട് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, ഓരോന്ന് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി കേട്ടോ ആ ഭാഗത്ത്. ദാറ്റ് ഈസ് എഫ് ഓഫ് x-2 x-1 x0 x1 പ്ലസ് നെക്സ്റ്റ് ഈ ടേം അല്ലേ, ഇതെന്താ വന്നിരുന്നത് എഫ് ഓഫ് x-1 x0 x1 x2 അല്ലേ. ഇതെന്താണ് എഫ് ഓഫ് x-1 x0 x1 x2. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് x-1 x0 x1 x2 പ്ലസ് അല്ലേ, ആ രണ്ട് ടേമും ആഡ് ചെയ്യുക. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്, ഇത് മാത്രമേ എഴുതണ്ടുള്ളൂ ഇനി അല്ലേ. അത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ S/((S²-1) H³ എന്ന് വന്നു. അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും, ഇതിൻ്റെ കൂടെയാണ് നെക്സ്റ്റ് വേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് S² S²-1 ഇവിടെ എന്താ വരിക, H⁴ ഇൻറ്റു എഫ് ഓഫ് ലാസ്റ്റ് ടേം അല്ലേ. ലാസ്റ്റ് ടേം എന്താ വരുന്നത്, എഫ് ഓഫ് x-2 x-1 x0 x1 x2 ഈ ലാസ്റ്റ് അല്ലേ. ഇനി ഇതിലെന്ത് ചെയ്യാം, നമുക്ക് ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് x0ൻ്റെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. ദെൻ x-1 x0 എന്നുള്ളതിന് ഇത് അല്ലേ, പ്ലസ് ഇത് തമ്മിൽ ആഡ് ചെയ്യുക, പ്ലസ് നെക്സ്റ്റ് ടേം ഇതായിരിക്കും വരുന്നത്, നെക്സ്റ്റ് ഇത് തമ്മിൽ ആഡ് ചെയ്തത് അവിടെ എഴുതുക, ലാസ്റ്റ് ഈ ടേം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമുക്ക് h അറിയണം അല്ലേ. h നമുക്ക് എവിടെ എങ്ങനെ കൊടുക്കാം, h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും സെയിം എന്താ വരിക, x = x0 + SH എന്നാണ് വരിക അല്ലേ.
അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാണേണ്ട വാല്യൂ എന്താണ് 1.5 ആണ്. ദാറ്റ് ഈസ് 1.5 ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഫസ്റ്റ് വാല്യൂ കൊണ്ടുപോയി എടുക്കരുത്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 1.6 ആണ് പ്ലസ് എസ് ഇൻറ്റു 0.3 അല്ലേ. എച്ച് എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഡിഫറൻസ് 0.3 തന്നെയാണ്. ഇതിൽ നിന്ന് എസിൻ്റെ വാല്യൂ കണ്ടെത്തുക. എസ് എന്ന് പറഞ്ഞാൽ 1.5 മൈനസ് 1.6 എന്ന് വരും അല്ലേ, ഈക്വൽ ടു എസ് ഇൻറ്റു 0.3 ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു -1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ന് തട്ടിയത് -1/3. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് അറിയാം, എഫ് ഓഫ് എക്സ് നോട്ട് അറിയാം, ഈ വാല്യൂ ഒക്കെ അറിയാം അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് 1.5 ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോറി കേട്ടോ, 1.6 എന്നാണ് എഴുതിയിട്ടില്ല, 1.5 ആണല്ലേ. 1.5 ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഫ് ഓഫ് 1.5 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P4 ഓഫ് 1.5 ഈക്വൽ ടു എങ്ങനെ വരും? ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇതാണ് അല്ലേ, ഈ വാല്യൂ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വാല്യൂസ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇനി 0.4554022 എന്ന് വരും പ്ലസ് SH/2 എന്നാണ് അല്ലേ. SH/2 എസിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ് -1/3 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 0.3/2. നെക്സ്റ്റ് ആ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക. അതിനത് -0.548946 ഇതും അതുപോലെ തന്നെ നെക്സ്റ്റ് വാല്യൂ -0.5786120 ഇത് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരുന്നത്? S², H². S² എന്ന് പറഞ്ഞാൽ -1/3 ഹോൾ സ്ക്വയർ ഇൻറ്റു H² എന്ന് പറഞ്ഞാൽ 0.3 ഹോൾ സ്ക്വയർ. എഫ് ഓഫ് എക്സ് -1 എക്സ് നോട്ട് x1 അത് ഒരൊറ്റ ടേം ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താ വരിക -0.049433 എന്ന് വരും പ്ലസ് എസ് ഇൻറ്റു S² -1 h³/3. എസ് അറിയാം -1.1/3 ആണുള്ളത്. S² എന്ന് പറഞ്ഞാൽ -1/3 ഹോൾ സ്ക്വയർ -1/2 ഇൻറ്റു h³ പറഞ്ഞാൽ 0.3 ഹോൾ ക്യൂബ് ഇൻറ്റു ഈ രണ്ട് ടേമും തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. വീണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നതാണ് ഇരുന്നത് 0.06588784 പ്ലസ് 0.068065 ഓക്കെ. പ്ലസ് ലാസ്റ്റ് ടേം എന്താ വരുന്നത്? S² S² -1. S² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/3 ഹോൾ സ്ക്വയർ. S² -1 എന്ന് പറഞ്ഞാൽ -1/3 സ്ക്വയർ -1 h⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 ലാസ്റ്റ് ടേം അല്ലേ ഇൻറ്റു ലാസ്റ്റ് ടേം എന്തായിരുന്നു വന്നിരുന്നത് 0.0018251 ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെല്ലാം നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് 0.511820 ഓക്കെ. അതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 1.5 അല്ലേ 0.511820 ഓക്കെ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ യൂസ് ചെയ്യുന്നതിന് അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഫങ്ഷണൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുലേനെ എന്താ വിളിക്കുക? സ്റ്റേർലിംഗ് ഫോർമുല.